അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണം. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്, വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാരുൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞതും പാർട്ടിക്കാരുൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്തിനാണ് പാർട്ടി ഇടപെടുന്നത്? അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അതീവ ദുഃഖകരമായൊരു സംഭവമല്ലേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ. ചൂണ്ടിക്കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതല്ല, ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല പറഞ്ഞ നേരത്തെ. ഞാൻ അതിൻ്റെ മേലെ വിശദീകരണമൊന്നും വേണ്ട. നിങ്ങളെല്ലാം ഭാഷ തന്നെ മാറിയിരിക്കുകയാണ്. എന്തൊരു കഷ്ടം എന്നാ പറയണ്ടേ. ഇല്ല, എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങളെപ്പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. മാധ്യമങ്ങളെപ്പറ്റി, മിക്കവാറും മാധ്യമങ്ങളെപ്പറ്റി. അല്ല, പ്രതികരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. അത് ഓരോ വർഷത്തിൻ്റെ മേലെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി. എന്തെല്ലാം പഴുതുകളാണോ ഉള്ളത് അതിനെ പർവ്വതീകരിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. അതാണിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ്. വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിന് പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 മെയ് വരെ തുടരും. അതിനെപ്പറ്റി ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ശേഷം നമുക്ക് പിന്നെ അന്നേരം മതിയാക്കും. കുറച്ച് ഒരിടക്കാലം വരും, പിന്നെ അധികം പണിയുണ്ടാവില്ല. അതെ.